ഒരു മാസത്തോളം നീണ്ട പരസ്യ പ്രചരണത്തിന് ശേഷം പുതുപ്പള്ളിക്കാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. നിശബ്ദ പ്രചരണ ദിവസമായ ഇന്ന് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികളുടെ ലക്ഷ്യം. വോട്ടർമാർക്കുള്ള സ്ലിപ്പ് വിതരണവും തിരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടക്കും. ജെയ്സി തോമസ്, ചാണ്ടി ഉമ്മൻ, ലിജിൻ ലാൽ അടക്കം 7 സ്ഥാനാർത്ഥികളാണ് പുതുപ്പള്ളിയിൽ മത്സര രംഗത്തുള്ളത്. 90,281 സ്ത്രീകളും 86,132 പുരുഷന്മാരും 4 ട്രാൻസ്ജെൻഡറുകളും അടക്കം 1,76,417 വോട്ടർമാരാണ് ഉള്ളത്. കൂടാതെ 957 പുതിയ വോട്ടർമാരുമുണ്ട്. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 1,76,417 വോട്ടർമാരുള്ള പുതുപ്പള്ളിയിൽ 182 ബൂത്തുകളാണുള്ളത്. 182 ബൂത്തുകളിലായി 872 ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുമുണ്ട്. വോട്ടെടുപ്പ് പ്രമാണിച്ച് മണ്ഡലത്തിൽ ഇന്നും നാളെയും ഡ്രൈ ഡേ ആണ്. കൂടാതെ പുതുപ്പള്ളി മണ്ഡലത്തിന്റെ പരിധിയിലുള്ള സർക്കാർ, അർദ്ധ സർക്കാർ, വിദ്യാഭ്യാസ, വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പൊതു അവധിയായിരിക്കും നാളെ. കൂടാതെ മണ്ഡലത്തിന്റെ പരിധിയിൽ ഷേപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സംരംഭങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, കടകൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്കും വേതനത്തോടു കൂടിയ അവധിയായിരിക്കും. മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ സ്ഥിര താമസക്കാരും വോട്ടർമാരുമായ കാഷ്വൽ ജീവനക്കാർ അടക്കമുള്ള ജീവനക്കാർക്കും വേതനത്തോടെയുള്ള അവധി ബാധകമാണ്. വോട്ടെടുപ്പായതിനാൽ കനത്ത സുരക്ഷയും പോളിംഗ് സ്റ്റേഷനുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷന്റെ 100 മീറ്റർ പരിധിക്കുള്ളിൽ മൊബൈൽ ഫോണുകൾ കയ്യിൽ കരുതാനോ ഉപയോഗിക്കാനോ അനുവദിക്കില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ള നിരീക്ഷകർക്കും തിരഞ്ഞെടുപ്പ് സുരക്ഷാ ജീവനക്കാർക്കും മാത്രമാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുവാനുള്ള അനുമതി നൽകിയിട്ടുള്ളത്. നാളെ വോട്ട് പെട്ടിയിലായാൽ കോട്ടയം ബസേലിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ നടക്കുക. മൊത്തം 20 ടേബിളുകളിലായാണ് കൗണ്ടിംഗ് നടക്കുന്നത്. 13 റൗണ്ടുകളായാണ് വോട്ടെണ്ണൽ നടക്കുക. 14 ടേബിളുകളിൽ വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകളും 5 ടേബിളുകളിൽ തപാൽ വോട്ടുകളും 1 ടേബിളിൽ സർവീസ് വോട്ടർമാർക്കുള്ള ETPBS വോട്ടുകളും എണ്ണം. വോട്ടെണ്ണലിന് 74 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുമുണ്ട്. അങ്ങനെ കൊട്ടിക്കലാശവും നിശബ്ദ പ്രചരണവും കഴിഞ്ഞ് പുതുപ്പള്ളിക്കാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇനി കാത്തിരിപ്പുകളുടെ മണിക്കൂറുകളാണ്. പുതുപ്പള്ളി ആർക്കൊപ്പമെന്ന് അറിയാം.